രാഷ്ട്രീയ കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എങ്ങനെ ജനകീയ വിഷയങ്ങൾ ചർച്ചയാകാതിരിക്കാം, എങ്ങനെ ജനങ്ങളെ വിസ്മരിക്കാം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുകയാണ് CPM-ഉം BJP-യും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, മറുവശത്ത് ജനാധിപത്യ സംവിധാനത്തിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന SIR പോലെയുള്ള വിഷയങ്ങൾ. അതും പോരാഞ്ഞിട്ട് 9.5 വർഷക്കാലം കേരള ജനത അനുഭവിച്ച ദുരിതം വേറെയും. ഇതൊക്കെ ബോധപൂർവം ചില ഇടത് മാധ്യമങ്ങളുടെ പിന്തുണയോടെ തരാതരം പോലെ മാറ്റിമറിക്കുകയാണ് കേരളം ഭരിക്കുന്ന ഇടത് സർക്കാർ. അതിന് ഒത്താശ ചെയ്യുന്നതോ സംസ്ഥാനത്തെ BJP നേതൃത്വവും. BJP-യുടെ തിരക്കഥയിൽ CPM സംവിധാനം ചെയ്ത സിനിമ അഡ്ഡപടലം പൊളിഞ്ഞിട്ടും മൂന്നാമതും തങ്ങൾ വരുമെന്ന അമിത ആത്മവിശ്വാസത്തിലാണ് CPM. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് MLA-ക്കെതിരായ പരാതി ഉയർന്നു വന്ന വേളയിൽ തന്നെ ഉചിതമായ നടപടി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും CPM സ്ത്രീ വിഷയങ്ങളെ മുൻനിർത്തിയുള്ള പ്രചരണം നടത്തുന്നത്? തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ വരുന്ന CPM സ്ത്രീ വിഷയങ്ങൾ എടുത്തിടുന്നത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ കാര്യമല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം ശക്തമാക്കി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസ് എന്ന ഗുരുതര വിഷയം മറയ്ക്കാൻ CPM നടത്തുന്ന ഈ പെടാപ്പാട് തിരിച്ചറിയാൻ പ്രത്യേക ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. ഈ തരം താഴ്ന്ന നിലപാട് ഇന്ന് ഇടതുമുന്നണിയിലെ അണികൾക്കുള്ളിൽ പോലും ചർച്ചയാവുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ സ്ത്രീ വിഷയമല്ലാതെ മറ്റൊന്നുമില്ലേ എന്ന ചോദ്യം അണികൾ പോലും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. പരാതി ഉന്നയിക്കുന്ന യുവതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട ശേഷമാണ് കേസെടുത്തത് എന്നതിലും ചോദ്യങ്ങൾ നിരവധിയാണ്. കേസെടുത്ത രീതിയും സമയവും സംശയകരമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ കരുതൽ പോലീസ് എന്ന വിമർശനം ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായി ഉയരുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു ആരോപണത്തിന് അമിത പ്രാധാന്യം നൽകുന്ന CPM-ന്റെ ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ സ്ത്രീ വിഷയം ഉയർത്തിക്കാട്ടി രംഗത്തെത്തുന്നത് CPM-ന് ആദ്യമല്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ മോശമാക്കാൻ അന്ന് നടത്തിയ അതേ അടവ് നയമാണ് വർഷങ്ങൾക്കിപ്പുറവും CPM അതേപടി ഉപയോഗിക്കുന്നത്. നിലപാടിന് കാലപ്പഴക്കമുണ്ടെങ്കിലും നേതാക്കളുടെ ചിന്താഗതിക്ക് ഒരു മാറ്റവുമില്ലെന്നതിന്റെ തെളിവാണ് ഈ നീക്കങ്ങൾ. എല്ലാവരുമായി കൂടിയാലോചന നടത്തിയിട്ടാണ് KPCC പ്രസിഡന്റ് നേരത്തെ നടപടി പ്രഖ്യാപിച്ചതും ഇപ്പോഴുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. കാരണം ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നു. ഈ വിഷയം ഉണ്ടായിരുന്നല്ലോ, ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമലയിലെ കൊള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം ആര് സ്വീകരിച്ചാലും ആ കെണിയിൽ ഞങ്ങൾ വീഴില്ല. പിന്നെ ഞാൻ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിലൊന്നും ചെറുവിരലനക്കാതെ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന CPM-കാർക്ക് ഇത് ചോദിക്കാനുള്ള ഒരു ധാർമ്മികതയില്ല. കോൺഗ്രസ് ആണ് അഭിമാനത്തോടുകൂടി നിൽക്കുന്നത്. കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എത്രയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം മറന്നീക്കി പുറത്തുവരും. അതിന് സ്ത്രീ വിഷയമെന്നല്ല, മറ്റെന്ത് വിഷയങ്ങൾ കൊണ്ടുവന്നാലും CPM-ന് രാഷ്ട്രീയമായി രക്ഷയുണ്ടാവില്ല. പിണറായി സർക്കാരിന്റെ നെറുകെട്ട നീക്കങ്ങൾ നന്നായി മനസ്സിലാക്കുന്ന പൊതുജനം വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം ബാലറ്റിലൂടെ വ്യക്തമായ മറുപടി പറയുമെന്നത് തീർച്ചയാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരടക്കം ഇതിനോടകം അഴിക്കുള്ളിൽ ആയിക്കഴിഞ്ഞു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ചോദ്യമുനയിലുമാണ്. പൂർണ്ണമായും പ്രതിരോധത്തിലാണ് CPM-ഉം സംസ്ഥാന സർക്കാരും. ഈ ഘട്ടത്തിലാണ് സർക്കാരിനെ രക്ഷപ്പെടുത്താൻ ചില മാധ്യമങ്ങളുടെ നീക്കം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ ഒരാഴ്ച മുൻപ് തന്നെ സർക്കാർ നീക്കം തുടങ്ങിയിരുന്നു. നിലവിലെ തെളിവുകൾ വെച്ച് രാഹുലിന്റെ അറസ്റ്റിലേക്ക് കടക്കാനായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ പോലീസ് മേധാവി ഇതിനോട് യോജിച്ചില്ലെന്നാണ് വിവരം. MLA കൂടിയായ വ്യക്തിയെ പരാതി പോലുമില്ലാതെ അറസ്റ്റ് ചെയ്യുന്നത് കോടതിയിൽ നിന്ന് തിരിച്ചടി ലഭിക്കാൻ കാരണമാകുമെന്ന വിലയിരുത്തലുണ്ടായി.
തുടർന്ന് പരാതിക്കാരിയുമായി സംസാരിക്കാൻ IPS ഉദ്യോഗസ്ഥയെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും സൂചനയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ ചില മാധ്യമങ്ങൾ കൂടി PR വർക്ക് തുടങ്ങിയതോടെ കഥയാകെ മാറി. വൻ കുംഭകോണങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മാധ്യമ മുതലാളിമാർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മാധ്യമ റേറ്റിംഗിൽ മുന്നിലെത്താൻ സിനിമ സീരിയൽ എപ്പിസോഡ് എന്ന രീതിയിൽ ഓരോ ദിവസവും ഓരോ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ട് CPMനെ വല്ലാതെ സഹായിച്ചു. CPM അത് ഏറ്റെടുക്കുകയും ചെയ്തു. അഴിമതിയിൽ ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി സർക്കാരിനെ എങ്ങനെ വെളുപ്പിക്കാമെന്നതിൽ മത്സരിക്കുകയാണ് കേരളത്തിലെ ചില പ്രമുഖ വാർത്താ ചാനലുകൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാർ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന് ജയിലിൽ പോയിട്ടും അവർക്കെതിരെ CPM ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് ജീപ്പിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ കോടതി ശിക്ഷിച്ച ആളെയാണ് CPM സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഒരു ധാർമ്മികതയുടെയും പ്രശ്നമില്ലെന്നാണ് DYFI പറയുന്നത്. നാട്ടിൽ നീതിയും നിയമവും നടപ്പാക്കാൻ ശ്രമിക്കുന്ന പോലീസുകാർ സഞ്ചരിച്ച ജീപ്പിന് നേരെ ഗുണ്ടകളെയും ക്രിമിനലുകളെയും പോലെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി 20 വർഷം തടവിന് ശിക്ഷിച്ചവനെയാണ് മത്സരിപ്പിക്കുന്നത്. മോഷ്ടാക്കളെയും ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് CPM. എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവർക്ക് കുട പിടിച്ചു കൊടുക്കുന്ന പാർട്ടിയാണ് CPM. ക്രിമിനലുകളെയും മോഷ്ടാക്കളെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം മോഷ്ടിച്ച് കോടീശ്വരന് വിറ്റവർക്ക് CPM കുടപിടിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ CPMന്റെ ഇരട്ടമുഖം ചർച്ച ചെയ്യപ്പെടും. പോലീസിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അതിന്റെ കൂടി മന്ത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് ജീപ്പിന് നേരെ നിരപരാധികളായ പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന പോലീസ് ജീപ്പിന് നേരെ ബോംബെറിഞ്ഞിട്ട് അതിൽ കോടതി 20 വർഷം ശിക്ഷിച്ചവരാ CPMന്റെ സ്ഥാനാർത്ഥിയാണ്. ഒരു നടപടിയും സ്വീകരിക്കുന്നത് ഒരു ധാർമ്മികതയുടെയും പ്രശ്നമില്ല എന്നാണ് DYFI പറഞ്ഞത്. അതായത് നാട്ടിൽ നീതിയും നിയമവും നടപ്പാക്കുന്ന പോലീസ് ജീപ്പിന് നേരെ ഗുണ്ടകളെ പോലെ ക്രിമിനലുകളെ പോലെ ബോംബെറിഞ്ഞു അവരെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി 20 വർഷം തടവിന് ശിക്ഷിച്ചവനെയും ഉണ്ടല്ലേ. അപ്പൊ മോഷ്ടാക്കളെയും ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് CPM. അതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. എന്തു കുറ്റം ചെയ്താലും എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന പാർട്ടിയാണ് CPM. അങ്ങനെ ആരോപണങ്ങൾ ഒന്നൊന്നായി വരുമ്പോൾ മുഖം രക്ഷിക്കാൻ CPM കണ്ടുപിടിച്ച ഒരു മാർഗമാണ് സ്ത്രീ വിഷയങ്ങൾ ഉന്നയിക്കുക. സ്വന്തം നേതാക്കൾക്കെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങൾ തുടർച്ചയായി ഉയരുമ്പോൾ ഇരകൾക്ക് നീതി നൽകുന്നതിന് പകരം വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ലജ്ജാകരമായ നിലപാടാണ് പിണറായി വിജയന്റെ പാർട്ടി സ്വീകരിക്കുന്നത്. CPMന്റെ സ്ത്രീവിരുദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറിക്കലിനെതിരായ സംഭവം. സഹപ്രവർത്തകയോട് ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുന്നതിന്റെയും അപമര്യാദയായി പെരുമാറുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും ഈ ക്രിമിനൽ കുറ്റത്തിന് പോലീസ് പരാതി നൽകാൻ പാർട്ടി തയ്യാറായില്ല. പകരം പാർട്ടി കമ്മീഷനെ വെച്ച് അന്വേഷണമെന്ന പ്രഹസനം നടത്തുകയും കോട്ടമുറിക്കലിനെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും ചെയ്തു. എന്നാൽ കാലക്രമേണ ഇതേ നേതാവിനെ പാർട്ടി പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണെന്ന് CPM നേതൃത്വം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. മീറ്റു ക്യാമ്പയിനിലൂടെ ലോകം മുഴുവൻ സ്ത്രീകൾ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അതിലൊരു ആരോപണം ഉയർന്നത് കൊല്ലത്തെ CPM MLAയും നടനുമായ M മുകേഷിനെതിരെയായിരുന്നു. 19 വർഷം മുൻപ് തന്നോട് മോശമായി പെരുമാറിയെന്ന ഒരു വനിതാ പ്രൊഫഷണലിന്റെ വെളിപ്പെടുത്തലിനെ പുച്ഛിച്ചു തള്ളിയ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചത്. ഒരു ജനപ്രതിനിധിക്കെതിരെ പോലീസ് കേസെടുത്തു. എന്നിട്ടും ഗുരുതരമായ ആരോപണത്തിൽ അന്വേഷണം നടത്താനോ കുറഞ്ഞപക്ഷം വിശദീകരണം തേടാനോ പോലും ഈ പാർട്ടി തയ്യാറായില്ല. അയാളെ ജനപ്രതിനിധിയായി തുടരാനും അനുവദിച്ചു. ഇത് സൂചിപ്പിക്കുന്നത് അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്ത് അധാർമികതയും ആവാമെന്ന CPMന്റെ ധാർഷ്ട്യമാണ്. DYFI വനിതാ നേതാവിന്റെ പരാതിയിൽ ഷൊർണൂർ MLA ആയിരുന്ന PK ശശിക്കെതിരെ പാർട്ടി കണ്ടെത്തിയ ന്യായം കേരളം കേട്ട് ചിരിച്ചതാണ്. നാണക്കേടുകൊണ്ട് തല കുനിച്ചതാണ്. തീവ്രത കുറഞ്ഞ പീഡനം, ലൈംഗികാതിക്രമത്തെ തീവ്രതയുടെ അടിസ്ഥാനത്തിൽ തരം തിരിക്കുന്ന CPMന്റെ സ്ത്രീവിരുദ്ധ നിഘണ്ടു കേരളത്തിന് അപമാനമാണ്. ഗൗരവമേറിയ പരാതിയെ കേവലം സസ്പെൻഷനിൽ ഒതുക്കി. പിന്നീട് ശശിയെ പാർട്ടിയിൽ സംരക്ഷിച്ചതിലൂടെ
ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാരനൊപ്പമാണെന്ന് CPM വീണ്ടും തെളിയിച്ചു. ലൈംഗികാരോപണത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട P. ശശിയെ തിരിച്ചെടുക്കുക മാത്രമല്ല, കേരളത്തിന്റെ ഭരണ നേതൃത്വമായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തത് പിണറായി സർക്കാരിന്റെ അധാർമിക സമീപനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിലൂടെ എന്ത് സന്ദേശമാണ് CPM കേരളത്തിലെ സ്ത്രീകൾക്ക് നൽകുന്നത്? പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരെ എന്താരോപണം നേരിട്ടാലും സംരക്ഷിക്കുമെന്നാണോ? ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയതിനു പിന്നിൽ CPM ആണ് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ മൂർച്ച ഏറുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അയ്യപ്പന്റെ സ്വർണം കട്ടതാര് എന്ന് കേരളം ആവർത്തിച്ച് ചോദിച്ചപ്പോഴും വാ തുറക്കാത്ത സർക്കാരും CPM-ഉം ഇപ്പോൾ വല്ലാതെ പെട്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന കൊള്ളയെന്ന് വിലപിച്ച സർക്കാരിന്റെ വലം കൈകൾ ഒന്നൊന്നായി അറ്റുവീഴുന്ന കാഴ്ചകൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാസുവും പത്മകുമാറും മുരാരി ബാബുവുമെല്ലാം ഇങ്ങനെ തല താഴ്ത്തി പിണറായി സർക്കാരിലേക്ക് നോക്കി നിൽക്കുന്നു. എന്നിട്ടും ഈ കള്ളന്മാർക്കെതിരെ നടപടിയെടുക്കാത്ത CPM-ന്റെ തൊലിക്കെട്ടി അപാരം തന്നെയാണ്. ഇതൊന്നും കൊണ്ട് ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയിൽ നിന്ന് മാറ്റാമെന്ന് ആരും വിചാരിക്കണ്ട. മനസ്സിലായി? ആരും വിചാരിക്കണ്ട, അത് മാറ്റാമെന്ന് വിചാരിക്കണ്ട. അത്ര വലിയ കൊള്ളയാണ്. ദൈവത്തിന്റെ സ്വർണ്ണമാണ് അടിച്ചു മാറ്റിയത്. അതിന് പാർട്ടി കൊടപിടിച്ചു കൊടുക്കുകയാണ്. പാർട്ടി നേതൃത്വത്തിന് അതിന് പങ്കുണ്ട്. അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഇതൊരു 10 പ്രാവശ്യം ചോദിച്ചാലൊന്നും കാര്യമില്ല. റേപ്പ് കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നവരാണ് ഈ വർത്തമാനം വന്ന് ചോദിക്കുന്നത്. എന്നിട്ടിപ്പോ ഞാൻ വായിച്ചില്ല, മറ്റേ വാട്സാപ്പിൽ കൂടി അശ്ലീല ചിത്രം അയച്ചതിന്റെ പേരിൽ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറ്റിയവൻ വീണ്ടും സ്ഥാനാർത്ഥിയാണ്. അല്ല, ഞങ്ങൾ അതിന്റെ സമരവുമായി മുന്നോട്ട് പോകും. നിങ്ങൾ ഒന്ന് കാലാലേക്കുന്നത് ഇവർ പേടിച്ചിട്ടാണ്. അവർക്കെതിരെ നടപടിയെടുക്കാത്തത് ഭയന്നിട്ടാണ്. കൂടുതൽ ആളുകളുടെ പേരുകൾ ഇവർ പറയും. അവർ കൊടുത്തിരിക്കുന്ന മൊഴിയെ കൊണ്ട് തുടർന്നുള്ള അന്വേഷണം നടത്തിയാൽ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. CPM നേതാക്കന്മാരുടെ ശബരിമല കേസ് ഇനിയും ഒരുപാട് ആളുകൾ ജയിലിലേക്ക് പോകും. കാരണം ഇതൊരു വലിയ ഗൂഢാലോചന ഒരു പ്രാവശ്യം നടത്തിയിട്ടാണ് കട്ടത്. കട്ടത്ത് ആരും അറിയാതെ വന്നപ്പോൾ വീണ്ടും ഒന്നും കൂടി കക്കാൻ വേണ്ടി 2024 ശ്രമിച്ചു. അപ്പോഴാണ് കോടതി പിടിച്ചത്. അതാണ് ഗൗരവമുള്ള കാര്യം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി ഗവൺമെന്റ് കൊട പിടിച്ചു കൊടുത്തുണ്ട് ഇത്രയും ഒരു മോഷണം. അമ്പലം അങ്ങനെ തന്നെ വിഴുങ്ങിയിരിക്കും. അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ളയ്ക്ക് മുഴുവൻ നേതൃത്വം നൽകി വരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം CPM-ന്റെ എല്ലാ സാധ്യതകളും അടച്ചുകളയുന്ന അവതാരമായി പത്മകുമാർ മാറുന്ന രാഷ്ട്രീയ ചിത്രമാണ് ഇപ്പോൾ തെളിയുന്നത്. CPM-ന്റെ വിദൂര ചിന്തകളിൽ പോലും ഇല്ലാത്തതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ദേവസ്വം പോലെ തന്ത്രപ്രധാന സ്ഥാനത്ത് ഇരുത്തുന്നവരിലെല്ലാം പാർട്ടിക്ക് കൃത്യമായ പിടിയുണ്ട് എന്നാണ് പൊതുധാരണ. മുഖ്യമന്ത്രിയുടെ തന്നെ പിന്തുണയോടെ വന്ന 2 പേരുടെ കാര്യത്തിൽ പാർട്ടിയുടെ എല്ലാ സംഘടനാ സംവിധാനവും പാളി. അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റുന്നവർ എന്നു ചാർത്തിക്കിട്ടിയ വിളി ഇനിയൊരിക്കലും മാറില്ല. അയ്യപ്പനോട് കളിച്ചാൽ അനുഭവിക്കും എന്ന ഭക്തരുടെ ശാപം CPM-നുമേൽ പിണറായി സർക്കാരിനുമേൽ ഒരു വാൾ പോലെ തൂങ്ങിയാടും. ശബരിമലയുടെ പേരിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും കോളിളക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിശ്വാസത്തിന്റെയും ചട്ടങ്ങളുടെയും ചുമതലക്കാർ ശബരിമലയിലെ അടിസ്ഥാന കാര്യങ്ങൾ സുതാര്യമായി വീഴ്ചയില്ലാതെ നടത്തുന്നുവെന്ന ഒരു വിശ്വാസം കേരളത്തിനുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന് ശബരിമലയുമായുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് ജന്മനാൽ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. കുടുംബപരമാണ് ആ ബന്ധം. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള CPM നേതാവ് എന്ന നിലയിൽ പിന്നീടാണ് അദ്ദേഹം ശബരിമലയുമായി ബന്ധപ്പെട്ടു തുടങ്ങിയത്. ശ്രീകോവിലിലെ തങ്കപ്പാളികളെക്കുറിച്ച് മാത്രമല്ല, ശബരിമലയിലെ എല്ലാ വിവരങ്ങളും കൃത്യമായി അറിയാവുന്ന ആൾ തന്നെയായ അതേ പത്മകുമാറാണിപ്പോൾ അയ്യപ്പന്റെ സ്വർണം ഉരുക്കിവിറ്റ കേസിൽ പെട്ടിരിക്കുന്നത്. എന്ത് ന്യായീകരണം നിരത്തിയാലും പത്മകുമാർ അടിമുടി CPM ആണ്.
അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴിയിൽ ശബരിമലയിൽ നടന്ന ഇടപാടുകൾ അന്നത്തെ മന്ത്രിയുടെ അറിവോടെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾക്കായി ആദ്യം അപേക്ഷ നൽകിയത് സർക്കാരിനാണ്. സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ ദേവസ്വം ബോർഡിന്റെ മുന്നിലെത്തിയതെന്നും പത്മകുമാറിന്റെ മൊഴി വ്യക്തമാക്കുന്നു. അതായത് മുൻ മന്ത്രിയും കുടുങ്ങും, ഇടതു സർക്കാരും കുടുങ്ങും. ഇടതു മുന്നണി ഭരിച്ചിട്ടും മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരം കൈകാര്യം ചെയ്തിട്ടും പോലീസ് വഴി ഇത്ര കനത്ത തിരിച്ചടി CPM അണികൾക്കോ നേതൃത്വത്തിനോ സ്വപ്നം കാണാൻ കഴിയുന്നതല്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്ര വലിയ പണി CPM ഒരു കാലത്തും നേരിട്ടിട്ടില്ല. N വാസുവിന്റെ അറസ്റ്റ് വരെ CPM വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അറസ്റ്റുകൾ ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങും എന്നതായിരുന്നു അന്നത്തെ വിശ്വാസം. എന്നാൽ ഹൈക്കോടതി ഇടപെടൽ കടുപ്പിച്ചതോടെ എല്ലാം കൈവിട്ട അവസ്ഥയായി. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനുമേൽ സർക്കാരിന് ഒരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥയായി. വാസുവിന് പിന്നാലെ ഇപ്പോൾ പത്മകുമാർ കൂടി അറസ്റ്റിലായതോടെ AKG സെന്ററിന്റെ കഴുക്കോൽ ഒരു പോലീസ് സംഘം ഊരിയെടുക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി മറ്റൊന്നുകൂടിയുണ്ട്, CPMന്റെ ഇരട്ടത്താപ്പ്. കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കും എന്ന് CPM നേതാക്കൾ വാദമുന്നയിക്കുമ്പോൾ ആദ്യമുയർന്ന ചോദ്യം ഇതാണ്: സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ആഭ്യന്തരമന്ത്രി പിണറായിയുടെ മേൽനോട്ടത്തിലാണോ അന്വേഷണം നടത്തുന്നത്? ഉത്തരം ഇല്ല എന്നു തന്നെയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിനെ തിരഞ്ഞെടുത്തതും ആഭ്യന്തര വകുപ്പല്ല. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കേണ്ടതും ഹൈക്കോടതിയിലാണ്. ചുരുക്കത്തിൽ സംസ്ഥാന സർക്കാരിന് ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ യാതൊരു പങ്കുമില്ല എന്നു വ്യക്തം. എന്നിട്ടും കുറ്റക്കാരെ കണ്ടുപിടിക്കുമെന്നും നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചെത്തിക്കും എന്നുമാണ് പിണറായി സർക്കാരിന്റെ അവകാശവാദം. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ആഭ്യന്തര വകുപ്പിനോ ഇടതു സർക്കാരിനോ ഇടപെടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ള നടത്തിയ പത്മകുമാറും വാസുവും അടക്കമുള്ളവർ പിടിയിലാകില്ലായിരുന്നു. എന്നിട്ടും നിരന്തരം ക്യാപ്സ്യൂളുകൾ നിരത്തി പൊതുജനങ്ങളെ കബളിപ്പിക്കുകയാണ് പിണറായി സർക്കാരും CPM നേതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 9, 11 തീയതികൾ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ദിനങ്ങൾ. മട്ടന്നൂർ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. അരയും തലയും മുറുക്കി മുന്നണികൾ തെരഞ്ഞെടുപ്പ് ഗോതിയിലേക്ക് ഇറങ്ങുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF. ഇടത് സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ തുറന്നു കാട്ടിയാണ് പ്രചരണം പുരോഗമിക്കുന്നത്. എന്നാൽ എന്തു പറഞ്ഞ് വോട്ട് നേടാമെന്ന അങ്കലാപ്പിലാണ് LDF. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനൽ എന്ന നിലയിൽ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. 10 വർഷത്തോളമായി LDF ഭരിക്കുന്നതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും തിരഞ്ഞെടുപ്പിൽ ഒരുപോലെ വിലയിരുത്തപ്പെടും. പ്രതിപക്ഷമെന്ന നിലയിൽ UDF നടത്തുന്ന പ്രവർത്തനങ്ങളും മാറ്റുരയ്ക്കപ്പെടും. BJPക്ക് തങ്ങളുടെ നില മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ അത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയതിന്റെ ആത്മവിശ്വാസം ഇക്കുറി UDFനുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് കളം നിറഞ്ഞു കഴിഞ്ഞു. പിന്നാലെ കൊല്ലം, കോഴിക്കോട്, എറണാകുളം, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി പ്രചാരണത്തിലേക്ക് കടക്കുകയും ചെയ്തു. അപ്പോഴും LDF വളരെ പിന്നിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. UDFന്റെ സീറ്റ് വിഭജനവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവും ഇത്രയും വേഗത്തിൽ കഴിഞ്ഞകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ്. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിലും സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും UDF എല്ലാ മുന്നണികളെയും പിന്തള്ളി മുൻപന്തിയിലെത്തി. പ്രചരണത്തിലും UDF ബഹുദൂരം മുന്നിലേക്ക് പോവുകയാണ്. പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും മാത്രം പിടിക്കാനുള്ള തിരഞ്ഞെടുപ്പ് മാത്രമല്ല, സർക്കാരിനെ വിചാരണ ചെയ്യാനുള്ള അവസരമായാണ് UDF ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. വിലക്കയറ്റം, കർഷക പ്രശ്നങ്ങൾ, മലയോര മേഖലയിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ശബരിമല സ്വർണ്ണക്കൊള്ള, ആഭ്യന്തര ആരോഗ്യ വകുപ്പുകളുടെ പരാജയം, അങ്ങനെ സർക്കാരിനെതിരെ നൂറുകണക്കിന് പോരായ്മകളാണ് പ്രതിപക്ഷം തുറന്നു കാട്ടുന്നത്.
ഉൾപ്പെടെ എല്ലാത്തിലും മറ്റ് മുന്നണികളെക്കാളും UDF മുന്നിലാണ്. പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ആത്മവിശ്വാസം UDFിനുണ്ട്. എല്ലാ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും മേൽക്കൈ UDFിനായിരുന്നു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും UDFിനായിരുന്നു നേട്ടം. ആ ആത്മവിശ്വാസം പ്രചരണത്തിലും വ്യക്തമാണ്. മറുവശത്ത് CPM വെട്ടിലാണ് എന്ന് പറയേണ്ടി വരും. മൂന്നാം ടീമിലേക്ക് തങ്ങളിതാ ചുവടുവെച്ചു എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുമ്പോഴും പാർട്ടിയെ വെട്ടിലാക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. CPM BJP ഡീൽ നടക്കുന്നുവെന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് CPM അംഗം തന്നെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പുരോഗതി CPMനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുകയാണ്. അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകുമോ എന്നാണ് CPM ഭയത്തോടെ നോക്കുന്നത്. റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയിൽ നിന്നൊരു പരാമർശം വന്നാൽ പോലും CPM ആകെ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മറുപടി പറയേണ്ട വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയും. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത്തരമൊന്ന് CPMന്റെ എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കുന്നതാകും എന്ന് ഉറപ്പാണ്. ഇങ്ങനെ പ്രതിരോധത്തിന്റെ പടുകുഴിയിലാകുമ്പോഴും കപട വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കാനുള്ള നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ക്ഷേമ പെൻഷൻ വർധന, ആശമാരുടെ ഓണറേറിയം വർധന, സ്ത്രീ സുരക്ഷാ പദ്ധതി ഇങ്ങനെ നിരവധി ക്ഷേമ പദ്ധതികളാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. PM ശ്രീ, ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം സർക്കാരും CPMും പ്രതിരോധത്തിലായ വിഷയങ്ങളെ ക്ഷേമ പദ്ധതികളിലൂടെ നേരിടാനാണ് ശ്രമം നടക്കുന്നത്. എന്നാൽ അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ CPMനും സർക്കാരിനും കഴിയുമോ? ഇല്ല എന്നതാണ് ഉത്തരം. 4.5 കൊല്ലം ജനങ്ങളെ കബളിപ്പിച്ചവർ തിരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ 400 രൂപ പെൻഷൻ കൂട്ടിയത് ആരെ കബളിപ്പിക്കാൻ? തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വർധനവാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ജനങ്ങൾക്കുണ്ട് എന്ന് മാത്രമേ പിണറായി സർക്കാരിനോട് പറയാനുള്ളൂ. കേരളക്കര ചർച്ച ചെയ്ത മറ്റു പ്രധാന വിഷയങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. ജയ് ഹിന്ദ്.